നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക്. കടലിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ 11ാം നാളും വിഫലം. നീണ്ടകരയിൽ നിന്നും കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞത്തും മുതലപ്പൊടിയിലും കാണാതായവരുടെ വീടുകൾ സന്ദർശിച്ച് മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും അബ്ദുൾ ഗഫൂറും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും. കാണാതായ ജോണിന്റെ മകൾ തന്നെ വിമർശിച്ചതിൽ തെറ്റില്ലെന്ന് മുഖ്യമന്ത്രി. ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരായ വിവാദ പരാമർശത്തിൽ ടി.ജി. മോഹൻദാസിന് ജാമ്യം നൽകിയത് തിരുവനന്തപുരം ACJM കോടതി. കലാപാഹ്വാനത്തിനുൾപ്പെടെ വകുപ്പുകൾ വീഡിയോ നീക്കാൻ ആവശ്യപ്പെട്ട് മെറ്റയ്ക്ക് കത്ത് നൽകി. ക്രിമിനൽ കേസ് പ്രതി അർജുൻ നായങ്കിക്കെതിരെ കാപ്പ ചുമത്തും. 23 കേസുകളിൽ പ്രതിയായ അർജുൻ കൊടും കുറ്റവാളിയെന്ന് പോലീസ്. CBSE തായ്ക്കൊണ്ട സൗത്ത് സോൺ മത്സരത്തിൽ പങ്കെടുത്ത +2 വിദ്യാർത്ഥിക്ക് തലയ്ക്ക് ഗുരുതര പരുക്ക്. തലച്ചോറിന് പരിക്കേറ്റത് തൃശൂർ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥി ഫൈസ് അബ്ദുൾ ജലാലിന്. കുട്ടി ചികിത്സയിൽ. പരിക്കേറ്റത് ഓഗസ്റ്റ് 3 മഹാരാഷ്ട്ര ചന്ദ്രപൂർ വെച്ച് നടന്ന മത്സരത്തിൽ എതിർ മത്സരാർത്ഥി നിയമങ്ങൾ പാലിക്കാതെ മർദ്ദിച്ചെന്ന് കുട്ടിയുടെ കുടുംബം CBSE ചെയർമാന് പരാതി നൽകി. ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ആരോഗ്യമന്ത്രിയുടെ സന്ദർശനത്തിനിടെ വൻ പ്രതിഷേധം. പനി ബാധിച്ചെത്തിയ കുട്ടിക്ക് മണിക്കൂറുകളോളം ചികിത്സ ലഭിച്ചില്ല. തുടർന്ന് കുട്ടിയെ കോട്ടയത്തേക്ക് മാറ്റി. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാതെ മന്ത്രി മടങ്ങി. ഝാർഖണ്ഡ് പരീക്ഷാ ക്രമക്കേടിൽ രാജിവെച്ച PSC ചെയർമാൻ L. ഷിയാങ്ഡെ അറസ്റ്റിൽ. നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസിന്റെ ലാത്തിചാർജ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമരം ശക്തമാകുന്നു. പ്രതിപക്ഷ ബഹളത്തിൽ സ്തംഭിച്ച പാർലമെന്റ്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരളമെന്നാക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. FCRA ബിൽ JPCക്ക് വിടാമെന്ന കേന്ദ്ര നിർദ്ദേശം തള്ളി പ്രതിപക്ഷം. പോലീസ് നടപടിയിലും വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും അമിത്ഷാ മറുപടി നൽകുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഖനന നിയമ ഭേദഗതി ബില്ലിനെതിരെ NK പ്രേമചന്ദ്രൻ MP. അപൂർവമായ ധാതു സമ്പത്ത് സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി നൽകാനുള്ള നീക്കമെന്ന് പ്രേമചന്ദ്രൻ. ഖനന ഭൂമിയിൽ സംസ്ഥാനങ്ങൾക്കുള്ള അവകാശം പൂർണ്ണമായും എടുത്തുകളയുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും ആരോപണം. പൊതുപരിപാടികളിൽ തമിഴ്ത്തായ് വാഴ്ത്ത് ദേശീയഗാനത്തിന് മുൻപ് നിർബന്ധമായും ആലപിക്കണമെന്ന വ്യവസ്ഥ ചെയ്യുന്ന പ്രത്യേക പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി ജോസഫ് വിജയ്. തമിഴ് ഭാഷയെ പിന്നോക്കം തള്ളുന്നത് സഹിക്കാനാകില്ലെന്നും ദീർഘകാലമായുള്ള പരമ്പരാഗത ആചാരം കൂടുതൽ ശക്തമായി നടപ്പിലാക്കുമെന്നും വിജയ്. ബാംഗ്ലൂർ KSRTC അപകടത്തിൽ ഡ്യൂട്ടി ക്രമീകരണം സംബന്ധിച്ച വിമർശനം തള്ളി മന്ത്രി CP ജോൺ. ഡ്രൈവർക്ക് 16 മണിക്കൂർ വിശ്രമം നൽകിയെന്ന് മന്ത്രി. ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാനുള്ള ചർച്ച നടക്കുന്നുവെന്ന് മന്ത്രി. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.